തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. സമഗ്ര അന്വേഷണം വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗം പരിശോധിക്കും. രജിത് കുമാർ ചേരുന്ന വിശദാംശങ്ങളുമായി. രജിത്ത്, തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. 140 മണ്ഡലങ്ങളിലും ഇപ്പോൾ ഈ ഫണ്ട് വിനിയോഗത്തിൽ പരിശോധന വേണമെന്നാണ് ആവശ്യം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബി.ജെ.പിയെ വലിയ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ഫണ്ട് വിവാദം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് വിവാദം മുന്നോട്ട് വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അത് ഓരോ മണ്ഡലങ്ങളും, ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെ 140 മണ്ഡലങ്ങളിലും കേന്ദ്രത്തിൽ നിന്ന് നൽകിയിട്ടുള്ള ഫണ്ടുകൾ വിനിയോഗം സംബന്ധിച്ച് വിശദമായ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം. കാരണം ഈ ഓരോ കമ്മിറ്റികളിലും ഇത് സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് മാരാർജി ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ തട്ടിപ്പ് ഉണ്ടായിട്ടുള്ളത് എന്ന വിലയിരുത്തലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണം, അല്ലെങ്കിൽ പരിശോധന വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നതും. അത് ഈ വരാൻ പോകുന്ന 18, 19 തീയതികളിൽ ഒരു പക്ഷേ കോർ കമ്മിറ്റി യോഗം വിളിച്ചേക്കും. ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. കണ്ണടച്ചുള്ള നടപടിക്കാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തുതന്നെയായാലും വിശദമായ ഒരു സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷം കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ നേതാക്കൾ എത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള റൂമുകൾ ബുക്ക് ചെയ്യുന്നതിലും എന്തായാലും തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗം പരിശോധിക്കും.